പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് കല്ലേമുട്ടി കൈതക്കോര എന്നൊക്കെ പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട്. അന്നേരം അതൊന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചു എണ്ണ ചൂടാക്കി അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ടു. ആ ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ കടുകിടുവാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കൊച്ചുള്ളി ഇത് കൊത്തിപ്പൊടിച്ച് എടുത്തേക്കുന്നതുണ്ട്. നല്ലതായിട്ട് ഇതെടുത്തിട്ടുണ്ട്. അതിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ചുമന്നുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി ഇത് നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ് ഇത് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 കഷ്ണം കുടംപുളി ഇട്ട് കഴുകിയ കുടംപുളി വെള്ളത്തിലിട്ടതാണ്. അതിൻ്റെ വെള്ളവും ആ പുളിയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് കുറുകി എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ച് വീണ്ടും ഇത് തിളപ്പിച്ചെടുക്കും. അങ്ങനെ ആ പുളിയുടെ വെള്ളത്തിൽ കിടന്ന് ഇത് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. പൊടിയെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചട്ടിയിൽ നിന്ന് വേണ്ടി ഇങ്ങനെ വിട്ട് വരുന്ന പരുവം ഇങ്ങനെ വിട്ട് വരുന്ന പരുവമാകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല ചൂട് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നല്ലതായിട്ട് വെട്ടിത്തിളച്ച് ഒന്ന് വറ്റി വരുന്ന സമയത്ത് എന്നും പറഞ്ഞ് ഒത്തിരി അങ്ങ് വറ്റുമല്ല, ഈ ചാറ് ഇത്രയല്ല, ഇതിൽ ഇച്ചിരി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ മീൻ പിറക്കി അതിലിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെള്ളത്തിൽ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കുറച്ച് മീനിട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓവറായിട്ട് മീൻ കുക്കായി കഴിയുമ്പോഴത്തേക്ക് മീൻ പൊടിഞ്ഞു പോവുകയും അതുപോലെ തന്നെ മീനിൻ്റെ ടേസ്റ്റ് പോവുകയൊക്കെ ചെയ്യും. അന്നേരം വെള്ളം ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വെള്ളം വെച്ചല്ലേ നമ്മൾ ഈ അരപ്പ് തിളപ്പിക്കുന്നത്. ഇതൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് മീനെ എടുത്തിട്ട് നല്ലതായിട്ട് തിളപ്പിച്ച് എടുക്കുമ്പോഴത്തേക്ക് മീനിന് ആ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, പൊടിഞ്ഞു പോത്തുമില്ല. അന്നേരം നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. വൃത്തിയാക്കി വെച്ചേക്കുന്ന കല്ലേമുട്ടിയാണ്. കല്ലേമുട്ടി കൈതക്കോര എന്നൊക്കെ പറയുന്ന മീനാണ്. അന്നേരം ഇത് നല്ലതായിട്ട് വൃത്തിയാക്കി വെട്ടി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തിളച്ച അരപ്പിലോട്ട് ഇട്ടിട്ട് കാണാം. അരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്നുകൂടൊന്ന് ഇളക്കി അരപ്പെല്ലാം തിളച്ചു. ഇതിലോട്ട് നമ്മൾ ഓരോ പീസായിട്ട് എടുത്ത് കല്ലേമുട്ടി ഇടുവാണ്. ഇവിടെ കല്ലേമുട്ടി എല്ലാം നമ്മൾ തിളച്ച മീനിൻ്റെ അരപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് നമ്മൾ വറ്റിച്ചെടുക്കാം. കല്ലേമുട്ടിക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. വേണ്ട കണ്ടോ, ഒരു ശകലം പോലും പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ കറി വെക്കുന്നത്? നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും തരുന്ന ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വിലയേറിയതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നമസ്തേ.